ഒരു ജാപ്പനീസ് പഴഞ്ചൊല്ലിങ്ങനെ, ഇഫ് യു ഗെറ്റ് ഓൺ ദി റോങ് ട്രെയിൻ, ഗെറ്റ് ഓഫ് അറ്റ് ദി നെക്സ്റ്റ് സ്റ്റേഷൻ. ദ ലോങ്ങർ ഇറ്റ് ടേക്സ് ഫോർ യു ടു ഗെറ്റ് ഓഫ്, ദ മോർ എക്സ്പെൻസീവ് ദി റിട്ടേൺ ട്രിപ്പ് വിൽ ബി. നിങ്ങളൊരു തെറ്റായ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറങ്ങുക. ഇറങ്ങാൻ എത്ര സമയമെടുക്കുന്നുവോ അത്രയും ചെലവേറിയതായിരിക്കും മടക്കേ യാത്ര. നമ്മുടെ ഈ ജീവിതയാത്രയിൽ സ്വന്തം വിവേകത്തിൽ ഊന്നി പലപ്പോഴും നാം യാത്ര ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ യാത്ര തുടങ്ങിക്കഴിയുമ്പോഴാണ് എടുത്ത തീരുമാനം ശരിയായില്ലല്ലോ എന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. നമുക്ക് തെറ്റിപ്പോയി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ യാത്ര പെട്ടെന്ന് നിർത്തി മടങ്ങി വരുവാനായി ശ്രമിക്കുക. തെറ്റായ ദിശയിലേക്ക് നാം യാത്ര തുടരും തോറും അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്കും അധപതനത്തിലേക്കുമായിരിക്കും നമ്മെ കൊണ്ടെത്തിക്കുക. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ തെറ്റായ കണക്കുകൂട്ടലുകൾ നിമിത്തമോ അനുകൂലമായ കാര്യങ്ങൾ മുമ്പിൽ കണ്ടത് നിമിത്തമോ ഒക്കെ ആയിരിക്കാം നാം ആ ദിശയിലേക്ക് യാത്ര തുടങ്ങിയത്. മനുഷ്യൻ്റെ ചിന്താഗതികൾക്കുണ്ടാകുന്ന പോരായ്മയുടെ അനന്തരഫലമാണ് തെറ്റായ ദിശയിലേക്കുള്ള യാത്ര. രണ്ട് കാര്യങ്ങൾ ഇവിടെ നാം ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് തെറ്റിപ്പോയി എന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ മടങ്ങി വരുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. തിരുവചനം പറയുന്നു, ഹോശേയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നാം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വൈകും തോറും കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കായിക്കൊണ്ടിരിക്കും. ഉടനടി നാം മടങ്ങി വന്നാൽ നമ്മെ വീണ്ടും കൈക്കൊള്ളുവാൻ തയ്യാറായി നമ്മുടെ ദൈവം നിൽപ്പുണ്ട്. അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനമെടുത്ത ധൂർത്തുപുത്രനെ ദൂരത്തു നിന്ന് കണ്ട അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഭവനത്തിലേക്ക് ആനയിച്ചതുപോലെ. നാം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഇനിയും തെറ്റാവർത്തിക്കാതിരിപ്പാൻ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം പോകുവാനായി നമ്മോട് കാട്ടിത്തരുന്ന വഴിയെ മാത്രം പോകുക. അങ്ങനെയെങ്കിൽ ആ യാത്രയിലുടനീളം ദൈവത്തിൻ്റെ കരുതലും കാവലും പരിപാലനവും ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, എത്തേണ്ട സ്ഥലത്ത് അവിടുന്ന് നമ്മെ എത്തിക്കുകയും ചെയ്യും. 73-ാം സങ്കീർത്തനം 24-ാം വാക്യം, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഹാവ് എ പ്ലസന്റ് ഡേ.